നമുക്ക് അഭിവന്ദ്യ പിതാവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോസ് സെബാസ്റ്റ്യൻ പിതാവ് പിതാവ് നമ്മുടെ ഈ മിനിസ്ട്രിയുടെ കോ പേട്രനാണ്. ഇപ്പോഴും നമ്മുടെ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ദൈവകരുണയുടെ ഒരു പ്രൊമോട്ടറാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മുടെ കൂടെ ഈ നിമിഷങ്ങളിലുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും ഈ ധ്യാനം ഏറെ അനുഗ്രഹമായി തീരുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ സഭയുടെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന നിമിഷം. നമ്മൾ സഭാ കൂട്ടായ്മയുടെ ഭാഗമാണ്, സഭയിലെ മക്കളാണ് നമ്മൾ. ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. സഭയിലൂടെയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുക എന്ന് നമുക്കറിയാം. സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവം നമുക്ക് സമയങ്ങളിൽ ദൈവം നമുക്ക് അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അഭിവന്ദ്യ പിതാവിനെ സ്വീകരിക്കാം. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലെ പിതാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിനും ആവശ്യമാണ്. നമ്മുടെ ഈ ഇന്നത്തെ ഈ ശുശ്രൂഷ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത അഭിഷേക ശുശ്രൂഷയിൽ പിതാവിന്റെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ ധന്യമാകും. വലിയ വരദാന ഫലങ്ങളുടെ അഭിഷേകത്തിൽ നമുക്ക് നിറയാൻ കഴിയും. നമ്മളെ അനുഗ്രഹിക്കുന്നതിനും നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനുമായിട്ട് പിതാവ് സമയത്ത് തന്നെ എത്തി. ഒത്തിരി സ്നേഹത്തോടെ ജോസ് പിതാവിനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് പിതാവെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പിതാവെ. താങ്ക് യു. പെന്തക്കോസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. പെന്തക്കോസ്ത തിരുനാൾ ആദിമ സഭയില് എപ്രകാരം മനുഷ്യജീവിതങ്ങളെ മാറ്റിമറിക്കുവാന് കാരണമായി എന്നതിനെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. അപ്പൊ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക്, അപ്രകാരമുള്ള ജീവിത സാക്ഷ്യത്തിലേക്ക് യഥാർത്ഥത്തില് ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എല്ലാ മനുഷ്യരിലും സഭയിലും അത് വലിയ വ്യത്യാസങ്ങൾക്ക് ഒക്കെ കാരണമാകേണ്ടതായിട്ടുണ്ട്. ഡിവിന മിസറിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി ഇവിടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങള് ദൈവത്തിന്റെ കരുണ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്നുള്ള ആഗ്രഹപ്രകാരമാണ്. അത് നാം അറിയുന്ന വ്യക്തികൾ മാത്രമല്ല, നാം അറിയാത്തവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ദൈവികമായ അനുഭവം, മാനസാന്തരത്തിലേക്ക്, രക്ഷയിലേക്ക് അത് എല്ലാവരെയും നയിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം, അത് കർത്താവിന്റെ അത് വെളിപ്പെടുത്തിയത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കിലൂടെയാണ്. പക്ഷേ ആ വെളിപാട് പലപ്പോഴായി ഈശോ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പല വ്യക്തികളുമായിട്ട് പ്രകാരം രൂപം കൊണ്ടതാണല്ലോ ഡിവിന മിസറിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി. ഇതിൽ ചേരുന്ന വ്യക്തികളുടെ യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം എന്തെന്ന് വെച്ചാല് ഈ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് അതിലുള്ള പങ്കാളിത്തമാണ്. എല്ലാ ദിവസവും എന്തുമാത്രം പ്രാർത്ഥനകള് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രയോ അധികം പേർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ആ ഫലം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് അനുഭവവേദ്യമാകും, അത് ലഭിക്കും എന്നുള്ളതാണ്. അപ്രകാരമുള്ള ഒരു ആഗ്രഹം, വിചാരം കൂടി ഈ കൂട്ടായ്മയില് അംഗമായി പ്രവർത്തിക്കുവാനൊക്കെ പ്രേരണയായിട്ടുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയുടെ എല്ലാ സ്വത്തും നമ്മുടേതായി തീരും എന്നതുപോലെ തന്നെ
സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തിരുസഭയിലുള്ള ട്രഷേഴ്സ് അത് മുഴുവൻ നമ്മുടെ സ്വന്തമായിട്ട് എടുക്കുവാൻ സാധിക്കും. ഈശോ പറയുന്ന കാര്യം അതാണ്. ഈശോ നമുക്ക് വേണ്ടി മേടിച്ചു വെച്ച നേടിയെടുത്തത് എല്ലാം അത് എത്രയധികം നമുക്ക് എടുക്കാവോ അത്രയധികം നമുക്ക് എടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഈശോ നൽകുക. ദൈവം തന്റെ സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പൗലോസ്ലീഹ നമ്മോട് പറയും, പ്രത്യേകിച്ച് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം, ഒരു നിർബന്ധിത ബുദ്ധിയോട് കൂടിയിട്ടല്ല, ആരെങ്കിലും കമ്പൽ ചെയ്തതുകൊണ്ടല്ല, ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മെ അവിടുത്തെ മക്കളായി സ്വീകരിക്കുവാന് സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ നമ്മെ രമ്യതപ്പെടുത്തിയതിന് ശേഷം നമ്മളില് നിരന്തരമായി കുടികൊള്ളുവാനായി അവിടുന്ന് തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഈശോ നമ്മോട് പറയും, പരിശുദ്ധാത്മാവ് നിങ്ങളില് വരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും, പുതിയ അറിവുകൾ, പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സഭയുടെ പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനങ്ങള്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് സഭയിൽ എപ്രകാരം ആണ് എന്നതിനെ വെളിപ്പെടുത്തുന്നതാണ്. ശിഷ്യന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അവർ ഭയവിഹ്വലരായി ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ ഇതാ അവർ പുതിയ വ്യക്തികളായിത്തീരുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും ചിലർക്കൊക്കെ സംശയമുണ്ടായിരുന്നു, ഇത് യഥാർത്ഥ്യമാണോ, ഇത് യഥാർത്ഥത്തില് ഈശോ തന്നെയാണോ എന്നുള്ള സംശയം. അതോ നമ്മൾ ദിവാസ്വപ്നം കാണുകയാണോ എന്നത്. എന്തോ അവർക്ക് വ്യക്തത മുഴുവൻ എല്ലാവർക്കും ഇല്ലായിരുന്നു. എങ്കിലും ഈശോ അവർക്ക് അനുഗ്രഹം നൽകുകയാണ്, കമാൻഡ് നൽകുകയാണ്. ലോകമെമ്പാടും പോയി സകല മനുഷ്യരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവാന്. അപ്രകാരം തന്നെ ഈശോ സംശയാലുക്കളായിട്ടുള്ള ശിഷ്യന്മാർക്ക് പോലും അനുഗ്രഹവും അധികാരവും നൽകുകയാണ്. അപ്രകാരമാണ് സഭ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തില് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭാമാക്കളിൽ മുഴുവനും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ശുശ്രൂഷ, സഭയിലുള്ള ശുശ്രൂഷ, അത് പുരോഹിതരില് അല്ലെങ്കിൽ സമർപ്പിതരില് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓരോ വിശ്വാസിയും, മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും മിഷണറിയാണ് എന്ന സഭ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്രകാരം ഈ കാലഘട്ടത്തില് പ്രത്യേകമായിട്ട് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഔദ്യോഗിക സഭയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തില് പല ഭാഗങ്ങളിലും, ലോകത്തിന്റെ പല ഭാഗത്ത്, ഭാരതത്തില് ഒക്കെ വലിയ കർശനമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ വരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടങ്ങളിലൊക്കെ കർത്താവിന്റെ പ്രവർത്തനത്തിന് പുതിയ രീതികൾ പരിശുദ്ധാത്മാവ് തുറന്നു തരും എന്നുള്ളതാണ്. എവിടെയൊക്കെ വിശ്വാസത്തെ എതിർത്ത് വിശ്വാസികളെ മർദ്ദിക്കുകയും രക്തസാക്ഷ്യത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പ്രകാരമുള്ള വിശ്വാസ സമൂഹം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കൂടുതൽ ശുശ്രൂഷയ്ക്ക്, കൂടുതൽ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ കാരണമായിട്ടുണ്ട്. അതിനുള്ള ഒരു ഒരുക്കമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഭാരതത്തെയും കാണേണ്ടത്. പല പ്രശ്നങ്ങള്, പ്രതിസന്ധികള് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതാ സഭയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, അപ്പസ്തോലന്മാര് അവരെ കാരാഗ്രഹത്തിലിട്ട് അവർക്ക് ശിക്ഷ കൊടുത്ത് അടിച്ച് പുറത്തിറക്കി വിട്ടതിന് ശേഷം അവർ വലിയ ആഹ്ലാദത്തോടു കൂടിയായിട്ടാണ് അവർ പോവുക.
ചിത്രീകരിക്കപ്പെട്ട ആദിമ ക്രൈസ്തവര് അവർ പോയിടത്തെല്ലാം അവിടെയൊക്കെ വിശ്വാസം പ്രഘോഷിച്ച് വിശ്വാസത്തിലേക്ക് ആളുകളെ കൂട്ടി യോജിപ്പിച്ചു എന്നും അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഇപ്രകാരം തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലും യഥാർത്ഥത്തില് ദൈവം നമ്മോട് ആവശ്യപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഓരോ വ്യക്തികളിലൂടെയും നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാവണം. അതിൻ്റെ പ്രധാനമായ പ്രകടമായ ഒരു തെളിവാണ് നമ്മുടെ അൽമായരിൽ ഉള്ള പ്രാർത്ഥിക്കുവാനുള്ള തീക്ഷ്ണത. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരു പ്രകടനമാണ് വചനത്തോടുള്ള സ്നേഹം. വചനം വായിക്കുവാന്, പഠിക്കുവാന്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാന് ഒക്കെയുള്ള തീക്ഷ്ണമായ ഒരു ആഗ്രഹം അത് പരിശുദ്ധാത്മാവാണ് നൽകുക. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആലയമാണ് എന്ന് ഈശോ ജെറുസലം ദേവാലയത്തിൽ കയറിയപ്പോൾ പറയുകയുണ്ടായി. നമ്മളാകുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈശോ മന്ത്രിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആലയമാണ്. ഇത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾ ഇതിനെ ഒരു വ്യാപാരശാലയാക്കി മാറ്റരുത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയിൽ വളരുവാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവാണ് നൽകുക. ആത്മാവാണ് അബ്ബാ, ഫാദർ, പിതാവേ എന്ന് നമ്മെ വിളിക്കാൻ പഠിപ്പിക്കുക. ആത്മാവാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലിരുന്ന് നമ്മുടെ പ്രാർത്ഥനകളെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, രൂപപ്പെടുത്തിയെടുക്കുക. വചന പ്രഘോഷണവും വചന വായനയും അതും അനുഗ്രഹിക്കുവാനുള്ളതുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണല്ലോ. അപ്രകാരം ഈ കാലഘട്ടത്തില് വളരെയധികം പേർക്ക് ദൈവം ആത്മാവിന്റെ നിറവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ അഭിഷേകം അത് കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുവാൻ, പകരാൻ, അപ്രകാരം പ്രതിസന്ധികളില് കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയും രക്ഷാകര പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്താ തിരുനാളിന്റെ ഈ രാത്രിയുടെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മോടുകൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് 6 മണി മുതൽ ആണ് ഈ ശുശ്രൂഷ പലരുമായിട്ടുള്ള നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകടനമായി പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ പ്രവർത്തനം, ദൈവത്തിൻ്റെ തിരിഹിതം ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ പരിശുദ്ധാത്മാവ് അത് പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിയുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും അതിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ, രക്ഷ, ദൈവമഹത്വം, സഭയുടെ നന്മ, ഇവയൊക്കെ ഓരോരുത്തരിലൂടെയും കൂടുതലായിട്ട് വ്യാപരിക്കുവാന്, അപ്രകാരം നന്മ വർദ്ധിക്കുവാന് ഒക്കെ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ വിശുദ്ധ കുർബാനയിലെ പെന്തക്കോസ്താ തിരുനാളിന്റെ പ്രത്യേകമായ ഓർമ്മയാണ്. അപ്പോസ്തലന്മാരില് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഗോളങ്ങളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ പരിപൂർണമായി പുതിയ മനുഷ്യരാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്രകാരം തന്നെ ഈ കാലഘട്ടത്തില് സഭയിലെ എല്ലാ മക്കളിലും ആത്മാവാകുന്ന ആ തീഗോളം ഇറങ്ങി അവരെ പുതിയ വ്യക്തികളാക്കുവാനും അപ്രകാരം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത ലഭിക്കുവാനും, പ്രത്യേകിച്ച് കൂടുതൽ ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകൾ ഒക്കെയുള്ള പ്രദേശങ്ങളിൽ ദൈവം ഓരോരുത്തരെ അഭിഷേകം ചെയ്ത് പുതിയതായിട്ട് അവിടെ അയക്കുവാനും, പ്രത്യേകിച്ച് എവിടെയൊക്കെ ജനങ്ങളുണ്ടോ അവിടെയുള്ള വ്യക്തികളിൽ നിന്ന് ദൈവം
അവരെ അഭിഷേകം ചെയ്ത് ഉയർത്തി സ്വന്തം ജനങ്ങളെ, സഹോദരങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒക്കെ കാരണമാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാനായിരിക്കുക പഞ്ചാബിലാണ്. പഞ്ചാബിലെ ജനങ്ങളുടെ വിശ്വാസം, പ്രവർത്തനങ്ങള്, അൽമായരുടെ പ്രവർത്തനങ്ങള് ഒക്കെ കത്തോലിക്ക സഭയ്ക്ക് പുറത്തും വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ വഴികൾ പലതാണ്. പലപ്പോഴും നമുക്ക് എല്ലാം മനസ്സിലായെന്ന് വരില്ല. ദൈവം പ്രവർത്തിക്കുന്നു. പല വിധത്തില്, പല വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സ്ഥലങ്ങള്, ജനങ്ങള്, അവിടേക്കൊക്കെ ദൈവം മറ്റു പലരെയും അയക്കുകയാണ്, ആകർഷിക്കുകയാണ്. അതിലൂടെ പലപ്പോഴും നമുക്ക് അസൂയയും ഒക്കെ ഉണ്ടാകുന്നു. എങ്കിൽ തന്നെ മനസ്സിലാക്കുക, ഇതാ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നു, ക്രിസ്തുവില് ജനങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുന്നു. അപ്പോഴത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം കൂടാതെ അത് സാധിക്കുകയില്ല. വചനം പ്രഘോഷിക്കപ്പെടുവാനും മറ്റ് ജനങ്ങൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയാക്കുന്ന സംഭവങ്ങൾ ദൈവികമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാനും അതിനോട് യോജിച്ച് ഒക്കെ പോകുവാനും ഒക്കെ നമ്മളും വളരേണ്ടതായിട്ടുണ്ട്. സഭയ്ക്ക് അപ്രകാരമുള്ള എക്യുമെനിക്കൽ മൂവ്മെന്റ്, ഇന്റർ റിലീജിയസ് ഡയലോഗ് പ്രകാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നമുക്ക് അവയൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ ആർക്കും ഈശോ കർത്താവാണ് എന്ന് വിളിക്കുവാൻ സാധിക്കുകയില്ല. പൗലോസ്ലീഹ നമ്മൾ പറയുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ഈ നൈറ്റ് വിജിൽ, പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രവർത്തന ദിവസം ലോകമെമ്പാടുമുള്ള സർവ്വജനങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ തീക്കട്ട ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിൽ ശക്തമായിട്ടുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയിട്ടും ഭാരതസഭയ്ക്ക് വേണ്ടിയിട്ടും ഭാരതത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയതായിട്ടുള്ള പലവിധ പ്രതിസന്ധികളുണ്ട്. അവയൊക്കെ വേണ്ട വിധത്തില് അഭിമുഖീകരിക്കാൻ വേണ്ട കഴിവ്, ജ്ഞാനം സഭാ നേതാക്കന്മാർക്കും സഭയിലുള്ള ഓരോരുത്തർക്കും ലഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ആശീർവാദം തരാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സെഹിയോനോട്ടിശാലയിലെ പരിശുദ്ധ അമ്മയോടൊത്ത് ഒരുമിച്ച് കൂട്ടിയ ശിഷ്യഗണത്തിന്റെ മേൽ 9 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതാ 10-ാം ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റിയതുപോലെ പന്തക്കുസ്ത തിരുനാൾ ഒരുങ്ങി ആഘോഷിക്കുന്ന ഓരോ സഭാ സമൂഹത്തിലും, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇനിയും ഉള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്ന, മറ്റു പല അവസരങ്ങളിലായി യൂട്യൂബിലൂടെയൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും, അവരുടെ ജീവിതാവസ്ഥ, അവരുടെ കുടുംബങ്ങള്, സമൂഹങ്ങള്, അവയെല്ലാം കർത്താവെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അപ്രകാരം അവിടുത്തെ തിരുഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സഭയ്ക്ക് കൂടുതൽ ഊർജം നൽകുവാനും പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ, പരിഹാര പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ വിശുദ്ധീകരണത്തിന് കാരണമാക്കുവാനും
ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പൂജിതമാകണമേ. എന്റെ ആഹാരം ചെയ്യുന്നവരോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പിതാവിനെ നമുക്കൊന്ന് നന്ദിയോടെ കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയില് ഇത്രയും തിരക്കുകളുടെ ഇടയിൽ പിതാവ് നമ്മളെ സഹായിക്കാനായിട്ട് ഓടി വന്നു. നമുക്കറിയാം, നമ്മുടെ പിതാവ് നമ്മുടെ മിനിസ്ട്രിയുടെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. അതോടൊപ്പം മിനിസ്ട്രിക്ക് വേണ്ടി ആരംഭകാലം മുതൽ നമ്മളെ വളർത്താൻ എപ്പോഴും ഒത്തിരി തീഷ്ണതയോടെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പിതാവാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കും. പിതാവ് നമ്മളോട് പറഞ്ഞു, ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പിതാവിന് നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് നാളെ നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മുടെ പിതാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ ഒരു മിഷണറി ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പിതാവിന്റെ എല്ലാ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 5:35 പറയുന്ന ഒരു വചനം എങ്ങനെയാണ്? കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ഒരു കത്തി ജ്വലിക്കുന്ന വിളക്കായി ജലന്ധറിലും പഞ്ചാബിലും പിതാവ് വിളങ്ങുവാൻ, ദൈവകരുണയുടെ ഒരു സാക്ഷിയായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദൈവകരുണ പ്രഘോഷിക്കുന്ന വ്യക്തികൾക്ക് അസാധാരണമായിട്ടുള്ള, സങ്കല്പിക്കാൻ പറ്റാത്ത അഭിഷേകമാണ് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ പിതാവിലൂടെ വലിയ കാര്യങ്ങൾ അവിടെ ഈശോ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം, മഹത്വം കൊടുക്കാം. പിതാവെ ഒത്തിരി നന്ദി പറയുന്നു. പിതാവിന്റെ ഈ തിരക്കിൽ വന്നതിൽ വളരെ ഞങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് അഭിഷേകം നൽകിയതിനൊക്കെ ഓർത്ത് നന്ദി പറയാണ് പിതാവെ. പ്രത്യേകമായിട്ട് പിതാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കാം. തിരുസഭയോട് നമുക്ക് ഐക്യപ്പെടാം, നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാം, വചനം പഠിക്കാം, അനേകര വചനം പഠിപ്പിക്കാം. നമ്മുടെ മക്കളെയും കുടുംബമായിട്ടും നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തിന്റെ നന്മ നമുക്ക് പ്രഘോഷിക്കാം, ദൈവമഹത്വവും തിരുസഭയുടെ വളർച്ചയും ആത്മാക്കളുടെ രക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യം പിതാവ് നമുക്ക് നൽകിയ ഈ ഒരു അഭിഷേകം നമുക്ക് ആമേൻ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ നിമിഷം മുതൽ, ഇതിപ്പോൾ കടന്നു പോകാതെ ഈ ഒരു നിമിഷം നാളെ മുഴുവനും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവേ, താങ്ക് യു. അപ്പൊ നമുക്കൊരു നിമിഷം പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്കൊരു കരുണയുടെ ആ ഒരു പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. 3 പ്രാവശ്യം പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് ആ കരുണയുടെ ആ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ ആമേൻ.